ചോറ്റാനിക്കര മകം തൊഴുത് ദർശന സായുജ്യമടഞ്ഞ് ഭക്തർ. ഉച്ചയ്ക്ക് 2-ന് നട തുറന്നത് മുതൽ മകം തൊഴനായി പതിനായിരങ്ങളാണ് എത്തിയത്. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയുടെ ദർശനത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു ഭക്തർ. അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രമുഖരിതമായ പ്രാർത്ഥനാ നിർഭര അന്തരീക്ഷത്തിൽ നിറകണ്ണുകളോടെയാണ് ഭക്തർ ദേവി ദർശനത്തിനായി കാത്തിരുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ 7-ാം നാളിലാണ് മകം തൊഴൽ. വിവിധ ജില്ലകളിൽ നിന്നെത്തി ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വിരിവെച്ച് കാത്തിരിക്കുന്നവർക്ക് ദർശന പുണ്യമായി മകം തൊഴലിനായി നട തുറന്നു. പട്ടുടയാടകളും താമരമാലയും അണിയിച്ച് നെയ്വിളക്കിന്റെ പ്രഭയിൽ ചോറ്റാനിക്കര അമ്മ ദർശനം നൽകി. കുംഭമാസത്തിലെ മകം നാളിലാണ് ദേവി സർവാഭരണ വിഭൂഷിതയായി വില്വമംഗലം സ്വാമിക്ക് ദർശനം നൽകിയതെന്നാണ് ഐതിഹ്യം. നടൻ ദേവൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ മകം തൊഴാനെത്തി. ദർശന പുണ്യം തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം വെച്ചാൽ ആ ഒരു വലിയ പുണ്യമാണ്. തീർച്ചയായിട്ടും തീരെ ഞാൻ ഇത്രയും സുഖമായിട്ട് ഇത്രയും അടുത്ത് ആദ്യം തന്നെ ആ നടയിൽ നിന്നിട്ട് നടയിൽ പോകാൻ തന്നെ വലിയ അതിശയമാണ്. ഞാൻ അവിടെ നിന്നു. അപ്പോൾ നട തുറക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ കണ്ടു അമ്മ എന്നെ കണ്ടു. മകം തൊഴിലിനെത്തിയ ഭക്തരിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു. സുരക്ഷയ്ക്കായി 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. പ്രായമായവർക്കും ദിവ്യാംഗർക്കുമായി പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിരുന്നു. കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്തരം ആറാട്ടായി നടക്കുന്ന ഉത്സവത്തിന്റെ 7-ാം നാളിലാണ് മകം തൊഴൽ. ജനം, കൊച്ചി.